ഹലോ. അങ്ങനെ നമ്മൾ 14th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 14th ചാപ്റ്ററിൻ്റെ പേരാണ് ബീജ്. ബീജ് എന്നാൽ വിത്ത്. ഇതൊരു ചെറിയ പോയമാണ്. ഇതിൽ ബീജിനെ പറ്റി എന്താ പറയുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ പോയം ഒന്ന് വായിച്ചു നോക്കാം. मुझे एक बीज मिला, मैंने उसको गमले में डाला, मैंने उसे पानी दिया और बहुत सारी धूप. क्या यह पेड़ है? क्या है झाड़ी है? क्या इसमें फूल होंगे? क्या इसमें फल होंगे? क्या यह लंबा ऊंचा होगा? क्या यह छोटा ही रहेगा? मुझे नहीं पता, कोई फर्क नहीं पड़ता. മുझे एक ബീജ് മില. ഈ ഒരു ചാപ്റ്ററിൽ ഇവിടെ ഒരു കുട്ടിയെ കണ്ടില്ലേ? ഈ കുട്ടിയാണ് ഈ കവിത പാടുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ കിട്ടിയത്? കുട്ടി പറയാണ്, മുझे ഏക് ബീജ് മില, എനിക്കൊരു വിത്ത് കിട്ടി. അപ്പോൾ കുട്ടി നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എവിടുന്നോ ഒരു സ്ഥലത്തു നിന്നും ഒരു വിത്ത് കിട്ടി കുട്ടിക്ക്. കുട്ടി എന്താ ചെയ്തേ? മേനെ ഉസ്കോ ഗംലേ മേ ഡാലാ. നേരെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു ഗംലേ എന്ന് പറഞ്ഞാൽ അതാ കണ്ടില്ലേ, ചെടിച്ചട്ടിക്കാണ് ഗംലേ എന്ന് പറയുന്നത്. അപ്പോൾ ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ടോ മേനെ ഉസേ പാനി ദിയ ഓർ ബഹുത് സാരി ധൂപ്. വിത്ത് ചെടിച്ചട്ടിയിൽ നട്ടതിന് ശേഷം അതിനകത്ത് കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഓർ ബഹുത് സാരി ധൂപ്. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ. എന്തിനായിരിക്കും വെയിൽ? നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നതും നമ്മൾ വളരുന്നതും ഗ്രോ ചെയ്യുന്നതും ഒക്കെ അല്ലേ? അതേപോലെ പ്ലാന്റ്സിന് വളരാൻ വേണ്ടി വെള്ളവും അതിൻ്റെ കൂടെ സൺലൈറ്റ് അല്ലെങ്കിൽ ധൂപും കൂടി ആവശ്യമുണ്ട്. അങ്ങനെ ചെടി അതൊക്കെ നട്ടതിന് ശേഷം കുട്ടിയുടെ മനസ്സിലൂടെ കുറേ ക്വസ്റ്റ്യൻസ് പോവാണ്. കുട്ടിക്ക് അറിയില്ല ഇത് എന്ത് വിത്താണെന്ന്. നടന്നു പോകുന്ന സമയത്ത് എവിടുന്നോ കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ നട്ടതിന് ശേഷം കുട്ടി അവിടെ ഇരുന്ന് ചിന്തിക്കുക, ക്യാ യേ പേട് ഹേ? ഇത് വളർന്നു വന്നിട്ട് ഇനി വലിയ മരമായി മാറുമോ? ക്യാ യേ ഝാടി ഹേ? അല്ലെങ്കിൽ ഇത് അത്ര കുറ്റിച്ചെടികളോ അങ്ങനെ എന്തെങ്കിലും ചെടികളായിട്ട് മാറുമോ? ക്യാ ഇസ്മേ ഫൂൽ ഹോങ്കേ? ഇനി അതോ അല്ലെങ്കിൽ ഇത് വല്ല പൂക്കളുടെയും വിത്താണോ? ഇത് വളർന്നു വലുതായിട്ടൊരു പൂക്കൾ ഉണ്ടാവോ ഈ ചെടിയിൽ? ക്യാ ഇസ്മേ ഫൽ ഹോങ്കേ? ഫൽ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ. ഇനി ഇത് വലിയ ചെടിയായിട്ട് ഇതിൽ പഴങ്ങൾ ഉണ്ടാവോ? എന്തിൻ്റെ ചെടിയായിരിക്കും ഇത് എന്നിങ്ങനെ കുട്ടി ചിന്തിക്കുകയാണ്. ക്യാ യേ ലംബ ഊഞ്ചാ ഹോങ്ക? ലംബ നീളത്തിൽ, ഊഞ്ച എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റിൽ. അപ്പം ഇത് നീളത്തിലുള്ള ചെടിയായിരിക്കുമോ ഹൈറ്റിലുള്ള ചെടിയായിരിക്കുമോ? ക്യാ യേ ചോട്ടായി രഹേങ്ക? ഇനിയിപ്പോൾ അതൊന്നുമല്ലാതെ എല്ലാ കാലത്തും ചെറുതായി തന്നെ നിൽക്കുന്ന ഏതെങ്കിലും ചെടി ആയിരിക്കുമോ ഇത്? ചോട്ടാന്ന് പറഞ്ഞാൽ ചെറുത്. മുझे नहीं पता, എനിക്ക് എന്തായാലും അറിയില്ല. മുझे नहीं पता, എനിക്ക് അറിയില്ല. कोई फर्क नहीं पड़ता, ഒരു വ്യത്യാസവും ഇല്ല. ഫർക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. അതായത് കുട്ടി വിചാരിക്കുകയാണ്, എനിക്കൊരു വിത്ത് കിട്ടി, ഞാൻ ആ വിത്ത് നന്നായി കുഴിച്ചിട്ടു, അതിന് വെള്ളം കൊടുത്തു, അതിന് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ആ ഒരു ചെടിച്ചട്ടി വെച്ചു. ഇനിയിപ്പോൾ ഇത് എന്ത് പ്ലാന്റ് ആയാലും എനിക്ക് എന്താ ഒരു വ്യത്യാസവും വരുന്നില്ല. ഞാൻ എൻ്റെ കടമ ചെയ്തു, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയിത് വളരട്ടെ, അപ്പം നോക്കാമെന്ന് കുട്ടി വിചാരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, ചെറിയ കവിതയാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് നന്നായി വായിച്ചു നോക്കണേ. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബീജ് കഹാ മിലാ ഹോഗാ? വിത്ത് കുട്ടിക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവുക? ബീജ് കഹി ബി ജൈസെ ബഗീച്ചെ, എവിടുന്ന് വേണമെങ്കിലും ആവാം. ഫോർ എക്സാമ്പിൾ ബഗീച്ചെ തോട്ടം, പാർക്ക് പാർക്കിൽ നിന്നും ആവാം, യാ സഡക് കിനാരെ മിൽ സക്താ ഹേ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിന്നോ അവിടുന്ന് എവിടെയെങ്കിലും ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഇതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്നും ആവാം കേട്ടോ. सेकंड क्वेश्चन, पेड़ और झाड़ी में कोई फर्क होता है क्या? पेड़ എന്ന് പറഞ്ഞാൽ
മരം, ജാടി എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടോ? യെസ്, ഉണ്ട്. ഹാ, പേട് ഊഞ്ചാ ഹോത്താ ഹേ. പേട് ഭയങ്കര ഹൈറ്റ് ഉണ്ടാവും. और झाड़ी छोटी और घनी होती है. കുറ്റിച്ചെടി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറവായിരിക്കും, അതിൻ്റെ കൂടെ നല്ല ഘനി എന്ന് പറഞ്ഞാൽ നല്ല വോള്യൂം ഉണ്ടാവും, നല്ല തിക്കായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കുറേ ചെടികളുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, കഹാനി മേ ക്യോ കഹാ ഗയാ ഹേ കി കോയി ഫർക്ക് നഹി പഡ്താ. ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ കോയി ഫർക്ക് നഹി പഡ്താ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അത് എന്തുകൊണ്ടായിരിക്കും? ക്യോങ്കി, കാരണം बच्चे ने अपना कर्तव्य पूरी लगान और प्यार से निभाया. കുട്ടിക്കൊരു വിത്ത് കിട്ടി, കുട്ടി അതെന്ത് ചെയ്തു? അവൻ്റെ കർത്തവ്യം, അതിന് ചെടി നടുക എന്നുള്ള കർത്തവ്യം ഭയങ്കര ഡെഡിക്കേഷനോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ചെയ്തിട്ടുണ്ട്. ഉസ്നെ ബീജ് കോ ബോയ, അത് ആ സീഡിന് ബോയ എന്ന് പറഞ്ഞാൽ ചെടീനെ കുഴിച്ചിട്ടു. और अब जो भी परिणाम हो, ഇനി അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും വഹ് ഉസേ സ്വീകാർ ഹേ, അത് ആ കുട്ടിക്ക് സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് കോയി ഫർക്ക് നെയ് പഡ്താ, ഇത് എന്ത് തന്നെയായാലും ഒരു ഡിഫറൻസും ഇല്ല. ക്യാ ആപ്നെ കബി ബീജ് ബോയാ? നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സീഡ് ഇതുവരെ കുഴിച്ചിട്ടിട്ട് അതിനെ ചെടിയാക്കി മരമാക്കി മാറ്റിയിട്ടുണ്ടോ? യാ കിസി और को बीज बोते देखा है? ഇനി വേറെ ആരെങ്കിലും സീഡ് നടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാ, മേനെ ബീജ് ബോയാ ഹേ ഓർ ദൂസറോ കി ബി ദേക്കാ ഹേ. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നെഹി മേനെ നെഹി ബോയാ ഹേ ഓർ ദൂസറോ കോ ദേക്കാ ഹേ, അങ്ങനെ വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ബീജ് ബോനെ കെ ലിയേ ഡാഷ്, ഇതെന്താണ്? ഗംല. ഡാഷ്, ഇതെന്താണ്? പാനി. ഓർ ഡാഷ്, എന്താണിത്? സൺലൈറ്റ്. ധൂപ് की आवश्यकता पड़ती है. എന്തൊക്കെയാണ്? ഗംല, പാനി और धूप की आवश्यकता पड़ती है. नेक्स्ट, बीज में डैश फल भी लग सकते हैं और इधंदा फूल. फूल भी, बीज में फल भी लग सकते हैं और फूल भी. रंग भरिए. रंग भरिए എന്ന് പറഞ്ഞാൽ ചിത്രത്തിന് കളർ കൊടുക്കുക. ഇവിടെ ഒരു ടേബിൾ, ഇവിടെ ഒരു നല്ല പീക്കോക്കിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു പീക്കോക്കിന് ഇവിടെ കളറില്ലാതെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ കളർ ചെയ്ത് ഇതിനെ ഭംഗിയാക്കുക. ഓക്കെ, ചെയ്യില്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, ഇവിടെ തീരുകയാണ് കേട്ടോ. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.